കോഴിക്കോട് ഹമാസ് ഭീകരവാദികൾക്കായി പ്രാർത്ഥനാ സംഗമം നടത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച കേന്ദ്ര ഏജൻസികൾ യോഗത്തിൽ പങ്കെടുത്തവരുടെ വിവരങ്ങളും ദൃശ്യങ്ങളും കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചു. പരിപാടിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനയിലെ നേതാക്കൾ പങ്കെടുത്തിരുന്നു. കൊല്ലപ്പെട്ട ഹമാസ് ഭീകരൻ യഹിയ സിൻവറിനും ഇസ്മയിൽ ഹനിയയ്ക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും സംഗമത്തിൽ നടന്നിരുന്നു. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കിയ ഈ സംഭവം അതിന്റെ അതേ ഗൗരവത്തിൽ തന്നെയാണ് കേന്ദ്ര ഏജൻസികളും എടുക്കുന്നത്. അതനുസരിച്ചുള്ള തുടർ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും കോഴിക്കോട് കടപ്പുറത്ത് കഴിഞ്ഞ ദിവസം പരസ്യമായിരുന്നു ഹമാസ് ഭീകരവാദികൾക്ക് ഇത്തരത്തിൽ ഒരു പ്രാർത്ഥനാ സംഗമം നടത്തിയത്. ആ പരിപാടി അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ അതൊരു വലിയ വിവാദമായിരുന്നു. വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൽ മുസ്ലിം ലീഗിൻ്റെ അടക്കം ഉള്ള നേതാക്കളും പങ്കെടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പറയുന്നത് ഇത് ഒരു വിവാദമായ പശ്ചാത്തലത്തിന് മുമ്പ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിരുന്നു. അതിലേറ്റവും പ്രധാനമായി ഇവർ ഇപ്പോൾ നോക്കുന്നത് ഈ പരിപാടി പങ്കെടുത്തത് ആരൊക്കെ, ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇവരുടെ പശ്ചാത്തലം എന്താണ്, ഇവരുടെ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ പൂർണ്ണമായും സ്വീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ നടത്തിയ ചില പ്രസംഗങ്ങളുണ്ട്. ആ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ലഭിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കേന്ദ്ര ഏജൻസികളുടെ തീരുമാനം. എന്തായാലും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു സാന്നിധ്യമായി തന്നെ ഈ കേന്ദ്ര ഏജൻസികളുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ അവർ നടത്തി വരികയാണ്. അത് നഗര കേന്ദ്രീകൃതം മാത്രമല്ല, ഈ ഗ്രാമങ്ങളിലും ഇത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പഠിച്ചുകൊണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെ ഏറെ ഗൗരവത്തോടെ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ യോഗത്തിലേക്ക്, പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എത്തിയ ആളുകളുടെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ പശ്ചാത്തലം എന്തൊക്കെയെന്ന് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. അതായത് ഓരോരുത്തരെയും എടുത്ത് ഈ വിവരങ്ങൾ പരിശോധിക്കുന്ന ഒരു നടപടികളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളടക്കം ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നതാണ് ഏറ്റവും ഗൗരവമായി കാണുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും എന്തായാലും PFI നിരോധനത്തിന് ശേഷം ഇത്തരത്തിൽ പല സംഘടനകളുടെ പേരിൽ ആ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു നടപടികൾ ഉണ്ടായി വരുന്നുണ്ട്. അത് പല രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് വിശദമായി കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് കേന്ദ്ര ഏജൻസികളുടെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ദൃശ്യങ്ങളും വിവരങ്ങളും എല്ലാം തന്നെ കൃത്യമായി ശേഖരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചിരിക്കുന്നത്. രോഹിണി. ശരി, അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്.